ഇനി പരിചയപ്പെടാനുള്ളത് മിശ്രഗതിയാണ്. അടികൾക്കിടയിലുള്ള സമയദൈർഘ്യം അല്ലെങ്കിൽ ഒരു ഗണത്തിലെ മാത്രാദൈർഘ്യം 7 മാത്ര വരുന്ന രീതിയിൽ അക്ഷരങ്ങൾ നിറയുമ്പോഴാണ് മിശ്രഗതി ലഭിക്കുന്നത്. മിശ്രം ആ വാക്ക് സൂചിപ്പിക്കുന്നത് പോലെ ചതുരശ്രത്തിൻ്റെയും തിശ്രത്തിൻ്റെയും മിശ്രം തന്നെയാണ്. തക്കിട്ട എന്ന തിശ്രത്തിൻ്റെ വായ്ത്താരിയും തക്കധിമി എന്ന ചതുരശ്രത്തിൻ്റെ വായ്ത്താരിയും ചേരുമ്പോൾ മിശ്രം ലഭിക്കുന്നു. തക്കിട്ട തക്കധിമി എന്ന താളാക്ഷരങ്ങൾ കൊണ്ട് ഇത് തിരിച്ചറിയാനും സാധിക്കും. 1 2 3 4 തക്കിട്ട തക്ക ധിമ്മി തക്കിട്ട തക്ക ധിമ്മി തക്കിട്ട തക്ക ധിമ്മി തക്കിട്ട തക്ക ധിമ്മി. तकिट तक धिमी तकिट तक धिमी तकिट तक धिमी तुम तुड़ी ताളം പുണ്യവാനി സഹാക്കിങ്ങുണ്ടായി 2 മക്കൾ ഒന്നാമൻ യേശാവും രണ്ടാമൻ യാക്കോബും തക്കിട്ട തക്ക ധിമി തക്കിട്ട തക്ക ധിമി തക്കിട്ട തക്ക ധിമി തോം തുടി താളം. ചന്തമേറിയ പൂവിലും ശബളാഭമാം ശലഭത്തിലും സന്തതം കരതാരിയെന്നൊരു ചിത്രചാതുരി കാട്ടിയും. ചന്തമേറിയ പൂവിലും ശബളാഭമാം ശലഭത്തിലും സന്തതം കരതാരിയെന്നൊരു ചിത്രചാതുരി കാട്ടിയും. ഹന്തചാരു കടാക്ഷമാലകൾ ആർക്കരശ്മിയിൽ വീട്ടിയും. ചിന്തയാ മണിമന്ദിരത്തിൽ വിളങ്ങുമീശനെ വാഴ്ത്തുവിൻ. ചിന്തയാ മണിമന്ദിരത്തിൽ വിളങ്ങുമീശനെ വാഴ്ത്തുവിൻ. തക്കിട്ട തക്ക ധിമ്മി തക്കിട്ട തക്ക ധിമ്മി തക്കിട്ട തക്ക ധിമ്മി തക്കിട്ട തക്ക ധിമ്മി. മൂടൽ മഞ്ഞാൽ മുണ്ടുടുത്ത മകരമാസം ദൂരെ മേഘമുണ്ടാൽ മാനം കാക്കും കറുമ്പൻ മാനം. കേരളൻ ഞാൻ മുണ്ടുടുത്തു സഞ്ചരിക്കുമ്പോൾ എൻ്റെ നേരിലേറി നിറയാറുണ്ടാതിമലയാളം. തക്കിട്ട തക്ക ധിമ്മി 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 തക്കിട്ട തക്ക തക്കിട്ട തക്ക ധിമ്മി തക്കിട്ട. തൊട്ടു ഞാനുമ്മ ഗാന്ധിയെ തൊട്ടു ഞാനുമ്മ തൊട്ടു ഞാനുമ്മ ഗാന്ധിയെ തൊട്ടു ഞാനുമ്മ. പട്ടുപോലെ മിനുത്ത തോളിൽ തൊട്ടു ഞാനുമ്മ ഗാന്ധിയെ തൊട്ടു ഞാനുമ്മ. തക്കിട്ട തക്ക ധിമ്മി തക്കിട്ട തക്ക തക്കിട്ട തക്ക ധിമ്മി തക്കിട്ട തക്ക ധിമ്മി തക്കിട്ട തക്ക ധിമ്മി.
സംഘനാദം. സാന്ധ്യമേഘമെരിഞ്ഞു വിദ്യുത സംഘനാദം. ഉണർന്നു കാലം പെരുവലം തലധീം തധീം ധീം ധീം തധീം ധീം ധീം തധീം ധീം. കുളിരു പെയ്തതു മുറുകി മുറുകി പെരിയ പേമഴ ലഹരിയായിട്ടിടി മുഴങ്ങിയൊടുങ്ങിയൊടുവിൽ പുതിയ താളമിഴഞ്ഞു നീങ്ങുന്നു. മിശ്രഗതി പല രീതിയിൽ പ്രയോഗിച്ചതിൻ്റെ മാതൃകകളാണ് നാം പരിചയപ്പെട്ടത്. എഴുത്തച്ഛൻ കേകവൃത്തത്തിൽ എഴുതിയ വരികളിൽ സാമാന്യേന പരമ്പരാഗത ചൊൽവടിവിൽ ഈ മിശ്ര താളഘടന നിർദ്ധാരണം ചെയ്തെടുക്കാം. തക്കിട്ട തക്ക ധിമ്മി തക്കിട്ട തക്ക ധിമ്മി ശ്രീരാമ രാമ രാമ ശ്രീരാമ ചന്ദ്ര ജയ ശാരീക പൈതൽ താനും വന്ദിച്ചു വന്ദ്യന്മാരെ എന്ന പോലെ സംസ്കൃത വൃത്തത്തിൽ അനുഷ്ടുപ്പ് പോലെ കാലാന്തരത്തിൽ കേകയുടെ താളഘടനയിലും അക്ഷരവിന്യാസത്തിലും ഗണ്യമായ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഒരു ഗുരുവക്ഷരം പോലും ഇല്ലാത്ത ഗണങ്ങളായും ഇക്കാലത്ത് കേകയിലുള്ള വരികൾ കാണാം. അനാഗതമായി അക്ഷരം വയ്ക്കുകയാണെങ്കിൽ തിശ്രഗതിയായും കേക ചൊല്ലാൻ കഴിയും. ആധുനിക കേക ഈ താള നിയമങ്ങൾക്കൊക്കെ അപ്പുറം നിലനിൽക്കുന്ന ഒന്നാണ്. താളാശ്രിതമായി വരികളെ പരിചരിക്കുമ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യം എഴുതിയ വരികളിൽ ഒരു താളവും ഇല്ല എന്നത് തന്നെയാണ്. താളം ചൊല്ലുമ്പോൾ സിദ്ധിക്കുന്ന ഒന്നാണ്. ഒരേ വരി വ്യത്യസ്ത രീതിയിൽ ചൊല്ലുമ്പോൾ വ്യത്യസ്ത താളമാതൃകയും വ്യത്യസ്ത വൃത്തങ്ങളും സിദ്ധിക്കും എന്ന് സാരം. അതുകൊണ്ട് തന്നെ സമാന താളത്തിലുള്ള പദ്യം കണ്ടെത്തുന്നതിന് വരികളിലെ അക്ഷരങ്ങളുടെ ഐകരൂപ്യം മാനദണ്ഡമാക്കുന്നത് പോലെ അബദ്ധം മറ്റൊന്നില്ല. മറിച്ച് ഉച്ചരിക്കാൻ എടുക്കുന്ന സമയമാണ് താളത്തിന്റെ അടിസ്ഥാനമാകുന്നത് വൃത്തത്തിൻ്റെയും. എല്ലാ സംസ്കൃത വൃത്തങ്ങളെയും നമുക്ക് പരിചിതമായ താളശാസ്ത്രത്തിന്റെ അളവുകോൽ വെച്ച് വ്യവച്ഛേദിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. ആ വൃത്തം രൂപപ്പെട്ട സമൂഹത്തിൽ മുമ്പേ പ്രചാരമുണ്ടായിരുന്ന നാടോടി താളവഴക്കങ്ങൾ പലതും നമുക്ക് അജ്ഞാതമാണ് എന്നത് ഒരു കാരണമാണ്. വേറെയും കാരണങ്ങൾ ഉണ്ടാകാം. എന്നിരിക്കലും മഹാഭൂരിപക്ഷം സംസ്കൃത വൃത്തങ്ങളും ഈ താളപദ്ധതിയുമായി ചേർന്നു പോകുന്നതായി നമുക്ക് കാണാനാവും. ഉദാഹരണമായി ചതുർമാത്രാഗണത്തിൽപ്പെടുത്താവുന്ന ചില സംസ്കൃത വൃത്തങ്ങളാണ് സ്വാഗത, ദോധകം, രഥോദ്ധത, സമ്മത മുതലായവ. 5 മാത്രയുള്ള ഗണഘടനയിലുള്ള സംസ്കൃത വൃത്തങ്ങൾ സ്രഗ്വിണി, ഭുജംഗപ്രയാതം, കല്യാണി, ഇന്ദുവദന തുടങ്ങിയവയാണ്. 6 മാത്രയിൽ ശങ്കരചരിതം, വനമാല, മദനാർത്ത മുതലായവയും വരും. മല്ലിക 7 മാത്ര ഘടനയിലുള്ളതാണ്. ഇതുവരെ നാം പരിഗണിച്ചത് ആദിതാളത്തിലുള്ള അഥവാ ചെമ്പട താളത്തിലുള്ള വിവിധ ഗതികളെയാണ്. അല്ലെങ്കിൽ ഒരു വരിയിൽ 4 ഗണങ്ങൾ വരുന്ന മാതൃകകളെയാണ്. ഒരു വരിയിൽ 3 ഗണങ്ങൾ വരുന്ന മാതൃകകളും മലയാള കവിതകളിലുണ്ട്. ചെമ്പടയല്ല, രൂപമാണ് അവിടെ അവലംബിക്കുന്ന താളം. കർണാടക സംഗീതത്തിൽ രൂപകം എന്ന് വിളിക്കപ്പെടുന്ന താളം 1, 2, 3 എന്ന് 2 അടിയും ഒരു വീശും ഉൾക്കൊള്ളുന്ന താളഘടന. വിവിധ ഗതികളിൽ രൂപവും കവികൾ വിജയകരമായി തന്നെ പരീക്ഷിച്ചിട്ടുണ്ട്. തിശ്രഗതിയിലും ചതുരശ്രഗതിയിലും രൂപം പരിചരിക്കപ്പെടുന്ന 2 ഉദാഹരണങ്ങൾ പറയട്ടെ. ചതുരശ്രഗതിയിലുള്ളതാണ് ഓമന കുട്ടൻ ഗോവിന്ദൻ ബലരാമനെ കൂടെ കൂടാതെ തക്കധിമ്മി 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 എന്ന് 3 തക്കധിമികൾ ഒരു വരിയിൽ എന്ന മാതൃകയിൽ രൂപം അവിടെ പരിചരിക്കപ്പെടുകയാണ്. തിശ്രഗതിയിൽ രൂപതാളത്തിൽ ഉള്ള മനോഹരമായൊരു മാതൃകയാണ് എഴുത്തച്ഛൻ പ്രയോഗിച്ചിട്ടുള്ള അന്നനട.
ശുകതരുണി നിൻ വചന പീയൂഷം എന്ന പോലെ പരാ 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 പരമപാഹിമാം പരമാനന്ദമെന്നതേ പറയാവൂ. ആധുനിക കവികളും ഈ അന്നനട വൃത്തത്തിൽ ധാരാളം കവിതകൾ രചിച്ചതായി നമുക്കറിയാം. വിജയലക്ഷ്മിയുടെ മൃഗശിക്ഷകൻ പോലെ പുതിയ കാല കവികൾ ധാരാളം പിൻപറ്റുന്ന താളഘടനയാണിത്. ഭയമാണങ്ങയെ പുളയുന്ന ചാട്ടമിഴികളിൽ വിരൽമുനകളിൽ ശിക്ഷാമുറകൾ ആർദ്രമോ ഹൃദയമെങ്കിലും ഇതേറ്റു ചൊല്ലുന്നേൻ ഭയമാണങ്ങയെ. വനത്തിലേക്കെൻ്റെ വപുസ്സു പായുമ്പോൾ വിറയ്ക്കുന്നു, പക്ഷേ നിറകൺമുന്നിലി ചുവന്ന തീച്ചക്രം വലയത്തിനകത്തിടം വലം നോക്കാതെടുത്തു ചാടണം. ഇതെത്ര കാലമായി പഠിച്ചു ഞാൻ, പക്ഷേ ഇടയ്ക്കൻ തൃഷ്ണകൾ കുതറിച്ചാടുന്നു. നേരത്തെ ഉദാഹരിച്ച ഓമനക്കുട്ടൻ ഗോവിന്ദൻ ബലരാമനെ കൂടെ കൂടാതെ എന്ന് രൂപതാളത്തിൽ ചൊല്ലുന്ന വരികൾ. ഇതിൽ ഓമനക്കുട്ടൻ എന്ന ആദ്യ അക്ഷരത്തെ 2 ലഘുവാക്കി മാറ്റുന്ന ഇരട്ടിപ്പാണ് നരനായിങ്ങനെ എന്ന് ആരംഭിക്കുന്ന സ്തുതിയിലും കണി കാണും നേരം എന്ന ഗാനത്തിലും നാം കാണുന്നത്. ആ പൂമാല എന്ന ചങ്ങമ്പുഴ കവിതയാകട്ടെ ഓമനക്കുട്ടൻ മുന്നോട്ട് വെച്ച മാത്രാക്രമത്തെ പിൻപറ്റുന്ന കവിത തന്നെയാണ്. കാവ്യാസ്വാദനത്തിൻ്റെ ഭാവതലത്തോടൊപ്പം പ്രധാനമായ ഒന്നാണല്ലോ അതിൻ്റെ രൂപതലത്തിലുള്ള ആസ്വാദനവും. അതിലേക്ക് നമ്മുടെ തനത് താളവഴിയിലൂടെ സഞ്ചരിക്കാനുള്ള വഴി വെളിച്ചമായി ഈ ശ്രവ്യ സാമഗ്രിയെ വികസിപ്പിച്ച് ഉപയോഗപ്പെടുത്തണം എന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ആരു വാങ്ങുമിന്നാരു വാങ്ങുമി ആരാമത്തിൻ്റെ രോമാഞ്ചം, അപ്രമേയ വിലാസലോലയം സുപ്രഭാതത്തിൻ സുസ്മിതം. പൂർവദിങ്മുഖത്തിങ്കലൊക്കെയും പൂവിതളോളി പൂശുമ്പോൾ നിദ്രയെന്നോടു യാത്രയും ചൊല്ലി നിർദ്ദയം വിട്ടുപോകയാൽ മന്ദചേഷ്ടനായി നിന്നിരുന്നു ഞാൻ മന്ദിരാങ്കണ വീഥിയിൽ. പ്രിയമുള്ള കുഞ്ഞുകൂട്ടുകാരെ, കവിതകൾ താളം പിടിച്ച് ചൊല്ലിക്കേൾക്കുന്നതും സ്വയം ചൊല്ലുന്നതും എന്തു രസമാണ്. നിങ്ങളുടെ പാഠപുസ്തക കവിതകളെല്ലാം താളം പിടിച്ചു ചൊല്ലാൻ ഓരോരുത്തരെയും സഹായിക്കുന്ന സാമഗ്രിയാണിത്. തകധിമി, തക തക്കിട്ട, തക്ക തക്കധിമി, അല്ലെങ്കിൽ തക്കിട്ട, തക്കിട്ട തക്കധിമി എന്നിങ്ങനെ താളത്തിൻ്റെ ഗതികൾക്കനുസരിച്ച് ചൊല്ലിയാണ് ഇവിടെ കവിതകൾ അവതരിപ്പിച്ചിരിക്കുന്നത്. താളാക്ഷരങ്ങളുടെ വായ്ത്താരിയോടുകൂടിയാണ് കവിത ചൊല്ലിത്തുടങ്ങുന്നത്. തുടർന്ന് നിങ്ങൾക്കോരോരുത്തർക്കും താളാക്ഷരങ്ങൾ സ്വയം കണ്ടെത്താനും താളം പിടിക്കാനും കഴിയും വിധമാണ് വായ്ത്താരികൾ ഓരോന്നും വാദ്യത്തിൽ വായിക്കുന്നത്. പിന്നീട് വയലിൻ വായിക്കുമ്പോഴും നമുക്ക് ഈ താളം പിടിക്കാൻ കഴിയും. കവിതകൾ ചൊല്ലുമ്പോഴും താളം പിടിക്കാനും ചൊല്ലുന്നതിൻ്റെ രസം ആസ്വദിക്കാനും കഴിയും. മാത്രമല്ല, വാക്കുകളും വരികളും ചൊല്ലുന്നതിൻ്റെ ഉയർച്ച താഴ്ചകളും ഊന്നലുകളും തിരിച്ചറിയാം.
ഓരോ താളഗതിയും മനസ്സിലാക്കി താളം പിടിച്ച് ഒറ്റയ്ക്കും കൂട്ടായും കവിതകൾ ചൊല്ലി രസിക്കൂ.